ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. മോഡലുകളുടെയൊക്കെ ഫോട്ടോ കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രിയങ്ക അതെല്ലാം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുവാണ്. ഈ മോഡലുകളുടെയൊക്കെ സ്ഥാനത്ത് എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോട്ടോകളിലെല്ലാം പ്രിയങ്ക തൻ്റെ മുഖം കാണുകയാണ്. പ്രിയങ്ക എന്നിട്ട് മനസ്സിൽ പറയുവാണ്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്ക് എന്താ ഗുണം? ഇവിടുത്തെ ഭാര്യ പദവി കൊണ്ടും മരുമകൾ സ്ഥാനം കൊണ്ടും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആർഭാടമായിട്ട് ജീവിക്കാം. ഇതുകൊണ്ട് എന്ത് ഗുണമാണ്? നാലാളുകൾ എന്നെ അറിയുമോ? ജീവിച്ചിരിക്കുമ്പോൾ നാലാളുകൾ അറിയണം, അതാണ് വേണ്ടത്. എന്നെയും ഇതുപോലെ നാലാൾ അറിയണമെങ്കിൽ ഞാനും ഇതുപോലെ അഭിനയിച്ചേ പറ്റൂ. പെട്ടെന്ന് പ്രിയങ്ക ഫോണെടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ സാമുവലിൻ്റെ നമ്പർ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രിയങ്ക സാമുവലിനെ വിളിക്കുവാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സാമുവലിനോട് പ്രിയങ്ക പറയുന്നു, ഞാൻ പ്രിയങ്കയാണ്, ഓർമ്മയുണ്ടോ എന്നെ? എങ്ങനെ മറക്കാനാ? മേഡത്തിനെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. മേഡത്തിൻ്റെ ഫോണൊന്നും പിന്നെ കണ്ടില്ലല്ലോ. മേഡം എന്താ ഈ ഫീൽഡൊക്കെ അങ്ങ് വിട്ടോ? അങ്ങനെയൊന്നുമില്ല സാമുവൽ, ഞാൻ ശരിക്കും ഈ ഫീൽഡിൽ വന്നില്ലല്ലോ. എൻ്റെ ചുറ്റുപാടുകളൊന്നും അത്ര ശരിയല്ലായിരുന്നു സാമുവൽ. അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് സാമുവലിനെ വിളിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കുഴപ്പമില്ല, അതാ ഞാൻ സാമുവലിനെ വിളിച്ചത്. ഇപ്പോൾ മേഡം എന്തിനാ എന്നെ വിളിച്ചത്? അത് സാമുവൽ, എനിക്ക് തുടർന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ മലയാളത്തിൽ തന്നെ വേണമെന്നില്ല. അതിനി തമിഴിലോ ഹിന്ദിയിലോ ഏതായാലും കുഴപ്പമില്ല. സാമുവലിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ മേഡത്തിന് അറിയാമല്ലോ, ന്യൂജൻ പിള്ളാരുടെ ഇടിച്ചുകയറ്റലാണ് സീരിയലിൽ. മേഡത്തിനെ ഇപ്പം ഞാൻ എങ്ങനെയാ സഹായിക്കുന്നത്? സാമുവലെ, അതിന് എനിക്കിപ്പോൾ പണത്തിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. സാമുവൽ എനിക്ക് അഭിനയിക്കാനുള്ള ചാൻസ് ഒപ്പിച്ച് തന്നാൽ മതി. ഞാൻ എത്ര പണം വേണമെങ്കിലും സാമുവലിന് അങ്ങോട്ട് തരാം. പുതിയതായിട്ട് 1-2 പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മേഡം. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഞാൻ മേഡത്തിനെ അങ്ങോട്ട് തിരിച്ച് വിളിക്കാം. സാമുവലെ വിളിക്കാതിരിക്കരുത്. സാമുവൽ എന്നോടൊപ്പം കൂടിയാൽ, നമ്മൾ തമ്മിൽ കൈകോർത്ത് നിന്നാൽ അത് സാമുവലിന് പ്രയോജനമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ അന്ന് ഞാൻ മേഡത്തിനോട് പറഞ്ഞതല്ലേ, മേഡത്തിന് ഇൻഡസ്ട്രിയിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. ഇതിപ്പോൾ മേഡം കുറച്ച് നാളുകൊണ്ട് മാറി നിന്നിട്ട് ഈ ശ്രമം നടത്തുന്നത്. ഇതിപ്പം മേഡം വീണ്ടും ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് എന്നിൽ കൂടെ ആണല്ലോ. അതോർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ മേഡത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാം എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി തിരിച്ചു വരുക. നിങ്ങളെ കാണുന്ന പോലെ ഈ മാഗസിനിൽ എന്നെയും ആയിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടാവും കാണാൻ. രാധികയും പത്മിനിയും കൂടെ രാത്രിയിൽ ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുവാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ സൂര്യയും പരമേശ്വരനും കൽപ്പനയും ഉർവശിയും. രാധിക അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വരുണിനെ കാണുന്നില്ല. രാധിക ചോദിക്കുന്നു, അമ്മേ വരുൺ എവിടെ? സൂര്യ ചോദിക്കുന്നു, വരുൺ എന്താ അമ്മേ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അത് കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നു, കൃത്യസമയത്തിന് ഭക്ഷണത്തിൻ്റെ മുമ്പിലെങ്കിലും അവന് വന്നിരുന്നുകൂടെ? ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് പത്മിനി വരുണിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ, അല്ല പ്രിയങ്കയും കാണുന്നില്ലല്ലോ. അത് കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നു, എന്നാ പിന്നെ അവർ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കൽപ്പന പറയോ, ഓ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അവർക്ക് സംസാരിക്കാൻ ഉണ്ടാവില്ല. കൽപ്പന അങ്ങനെ പറഞ്ഞത് പരമേശ്വരന് തീരെ ഇഷ്ടമായില്ല. പരമേശ്വരൻ ഇങ്ങനെ കൽപ്പനയെ നോക്കുമ്പോൾ കൽപ്പന പറയാ, സോറി അച്ഛാ. പത്മിനി വന്ന് വരുണിനെ വിളിച്ചപ്പോൾ വരുൺ കണ്ണു തുറന്നു നോക്കുവാണ്. എന്താ നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് തീരെ വിശപ്പില്ലമ്മേ, എനിക്കതുകൊണ്ട് ഭക്ഷണം വേണ്ട. എനിക്കൊരു ചെറിയ തലവേദനയും തോന്നുന്നു. അമ്മ ചെന്ന് കഴിച്ചോ. റൂമിൻ്റെ അരികിലോട്ട് വന്ന രാധിക മറഞ്ഞു നിന്ന് അവർ പറയുന്ന സംസാരം ശ്രദ്ധിക്കുകയാണ്. അത് നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് മാറും. നീ ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്നേ. അമ്മ ഇതൊന്നും താഴോട്ട് എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കാത്ത എന്താന്ന് ചോദിപ്പിക്കല്ലേ. പ്ലീസ് അമ്മേ, അമ്മ ഒന്ന് പോ. എന്താ മോനെ, വാശിയാണോ? ഇല്ലമ്മേ പ്ലീസ്, അമ്മ എന്നെ ഒന്ന് സ്വസ്ഥതയായിട്ട് വിട്. അത് കേട്ടിട്ട് പത്മിനി പറയുക, മറ്റുള്ളവർക്ക് സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്നതേ ഇപ്പം നീയാ. അങ്ങനെ പത്മിനി അവിടെ നിന്ന് പോകുമ്പോൾ മറിഞ്ഞു നിൽക്കുന്ന രാധിക വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. താഴേക്ക് ചെന്ന പത്മിനിയോട് സൂര്യ ചോദിക്കുന്നു, അവൻ കഴിക്കാൻ വന്നില്ലേ അമ്മ? ഇല്ല, അവൻ പിന്നെ കഴിച്ചോളാന്ന്. പരമേശ്വരന് അത് ഇഷ്ടപ്പെട്ടില്ല. ഈ സമ്പ്രദായം മാറ്റിയേ പറ്റൂ. എല്ലാവരും ഭക്ഷണം ഒന്നിച്ചിരുന്ന് വേണം കഴിക്കാൻ. എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും അപ്പോഴാ. അത് കേട്ടിട്ട് സൂര്യ പറയാ, അവൻ എപ്പോഴും നമ്മളോടൊപ്പം വന്ന് ഇരിക്കാറുണ്ടല്ലോ അച്ഛാ. ഉർവശി ചോദിക്കുക, ഏട്ടത്തി കഴിക്കുന്നില്ലേ? പത്മിനി അപ്പോൾ പറയുക, ഞാൻ പിള്ളേരോടൊപ്പം കഴിച്ചോളാം. വരുൺ ഇങ്ങനെ ബെഡിലിരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുവാണ്. രാധികയാണ് ഇതൊക്കെ കണ്ട് മറഞ്ഞവിടെ നിൽക്കുവാണ്. വാതിലിൻ്റെ അടുക്ക് നിൽക്കുന്ന രാധികയെ വരുൺ കാണുകയാണ്. രാധികയെ കണ്ടതും വരുൺ മുഖം തിരിച്ചു. അപ്പോൾ രാധിക ചോദിക്കുന്നു, എന്താ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോകാഞ്ഞത്? എന്താ താനൊരു പൂജാരിയുടെ മകളല്ലേ? നീരാഹാരം വ്രതം ഇരിക്കുന്നവർ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? വന്ന് ഭക്ഷണം കഴിക്ക്. അല്ലെങ്കിൽ എൻ്റെ അരികിൽ വന്നിരുന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇല്ലെന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചോദിക്കുക, പിന്നെ എന്തിനാ താൻ എന്നെ ഭക്ഷണം കഴിക്കാത്തതിന് നിർബന്ധിക്കുന്നത്? അതൊരാളോട് പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല. വരുണെന്നല്ല, ആര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്കത് വിഷമമാണ്. എന്നാലേ എൻ്റെ കാര്യത്തിൽ തനിക്ക് ആ വിഷമം വേണ്ട. തനിക്ക് നല്ല ചങ്കുറപ്പല്ലേ, എന്തും നേരിടാനുള്ള ശക്തിയുണ്ടല്ലോ. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിഷേധിക്കാനും അറിയാമല്ലോ. അപ്പോഴേ താൻ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോ. വരുൺ ഭക്ഷണം കഴിക്കാൻ വരാതെ ഞാൻ പോകുന്നില്ല.
അങ്ങനെ രാധിക ചുവരിലോട്ട് ചാരി നിൽക്കുമ്പോൾ വരുൺ പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യം സാധിക്കാതെ ഞാൻ വരുത്തില്ല. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന രാധികയെ കണ്ട് ജയഭാരതി അമ്മ ചോദിക്കുന്നു, അല്ല എന്താ ഇവിടെ മുത്തശ്ശി? വരുണിനെ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, വരുന്നില്ല. അതെന്താടാ കാര്യം? നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? അത് ഞാനൊരു വ്രതത്തിലാ. അത് കേട്ട് ജയഭാരതി അമ്മ ചോദിക്കുക, വ്രതം എടുക്കാനോ? അതും നീയോ? അതെന്താ, എനിക്ക് വ്രതം എടുത്തുകൂടെ? ഞാൻ വ്രതം എടുത്താൽ എന്താ, നന്നാകില്ലേ? എടാ, നീ അതിന് എന്ത് വ്രതമാണ് എടുക്കുന്നത്? അത് കേട്ടപ്പോൾ വരുൺ ഒന്ന് പതറിപ്പോയി. അതൊരു ഉപവാസത്തിലാ, മരണം വരെ. അതിന് നീ ആരെ തോൽപ്പിക്കാനാ? അത് കേട്ട് രാധിക പറയുക, എന്നെ തോൽപ്പിക്കാനാ മുത്തശ്ശി? പിന്നെ എനിക്കങ്ങനെ ആരെയും തോൽപ്പിക്കാനൊന്നും ഒരാഗ്രഹവും ഇല്ല. ജയഭാരതി അമ്മ പറയുക, എന്നാൽ മോൻ വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഞാൻ വരണമെങ്കിലേ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ ഞാൻ വരില്ല. ഇത് കേട്ടിട്ട് ജയഭാരതി അമ്മ പറയുന്നു, വാശി കാണിക്കണ്ട, വരാനാ പറഞ്ഞത്. അങ്ങനെ മുത്തശ്ശി വരുണിൻ്റെ കയ്യിലോട്ട് പിടിക്കുമ്പം വരുൺ ആ കൈ അങ്ങ് തട്ടിമാറ്റിയിട്ട് പറയുന്നു, മുത്തശ്ശി ഇക്കാര്യത്തിൽ നിർബന്ധമൊന്നും പിടിക്കണ്ട. ഇന്നൊരു നേരമൊന്നും മാത്രമല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ജയഭാരതിയമ്മ പറയുക, നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. അതിന് മുത്തശ്ശി എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? എൻ്റെ പേരക്കുട്ടി ഭക്ഷണം കഴിക്കാതെ വ്രതം ഇരിക്കുമ്പോഴേ ഞാനും അവന് കൂട്ടിരിക്കുക. ഇവിടെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിലേ ശരിയാകത്തില്ല, മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ജയഭാരതിയമ്മ പറയുക, എടാ എനിക്ക് ആഹാരം വേണ്ടാന്നുണ്ടെങ്കിൽ മരുന്നും വേണ്ടാന്ന് വെക്കാൻ എനിക്കറിയാം. അത് കണ്ടിട്ട് രാധിക പറയുക, എൻ്റെ പൊന്നു മുത്തശ്ശി, എന്തുവാ നിങ്ങൾ രണ്ടുപേരോട് കാണിക്കുന്നത്? വരുൺ രാധികയോട് ചോദിക്കും, താൻ എന്തിനാ എവിടെ ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്? താൻ പൊയ്ക്കോ. മുത്തശ്ശി എന്ന് ഭക്ഷണം കഴിക്കുക, ഇതെൻ്റെ സ്വന്തം കാര്യമാണ്. എന്താ വരണേ, ഞാൻ നിന്റെ സ്വന്തമല്ലേ? ചാകുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകാടാ. എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ മുത്തശ്ശി ചെയ്യും, നമുക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷമേ ആകത്തുള്ളൂ. രാധിക പറയാ, മുത്തശ്ശി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാവർക്കും ഇവിടെ എന്തും കൽപ്പിക്കാനാവും, പക്ഷെ അനുസരിക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നെ അങ്ങ് തോൽപ്പിച്ചു എന്നും പറഞ്ഞ് കണ്ണു നിറഞ്ഞ് രാധിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ജയഭാരതി അമ്മ വരുണിനോട് ചോദിക്കും, എടാ നിരാഹാരം എന്നൊക്കെ പറഞ്ഞ നീ ചുമ്മാതല്ലേ? അല്ല മുത്തശ്ശി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ജയഭാരതി അമ്മ വരുണിനോട് ചോദിക്കുക, എടാ അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറയുവോ? ഞാൻ രാധികയെ കൊണ്ട് പറയിപ്പിക്കും, അല്ലാതെ ഞാനിത് അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഈ വരുണിൻ്റെ വാശിയാ. അതിനുശേഷം കാണിക്കുന്ന പ്രിയങ്ക ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. എല്ലാവരും പ്രിയങ്കയെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പ്രിയങ്ക, വരുൺ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് നീ കൂട്ടിരിക്കുമായിരുന്നോ? ആഹാ, വരുൺ ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ എന്നും പറഞ്ഞ് പ്രിയങ്ക പ്ലേറ്റിലോട്ട് ഭക്ഷണം വിളമ്പുമ്പോൾ ഉർവശി പറയുക, ഭർത്താവിനോടുള്ള സ്നേഹം നോക്കിക്കേ. ചിലരുടെയൊക്കെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാ വേറെ ചിലർക്കൊക്കെ അവസരം കിട്ടുന്നത്. പരമേശ്വരൻ അത് കേട്ടിട്ട് ചോദിക്കുക, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഉർവശി? അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല ചേട്ടാ, ചുമ്മാതെ ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അത് കേട്ടിട്ട് പരമേശ്വരൻ പറയുക, ഒരു കുടുംബത്തിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്നുള്ളത് പറയുന്ന വാക്കുകൾ അളന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തു പറയാനും നമുക്ക് എളുപ്പമാണ്, പക്ഷേ ചുറ്റുവിരുന്ന് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടെ നമ്മൾ നോക്കണം. സൂര്യ പറയുക, വിട്ടുകളയച്ച ചെറിയമ്മ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. പറയുന്നതിലൊരു അർത്ഥമുണ്ടോ? അതുമില്ല. എന്നാൽ എന്തെങ്കിലും പറയാതിരിക്കുവോ? അതുമില്ല. പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്ന കണ്ട് കൽപ്പന പറയുവാണ്, പ്രിയങ്കയ്ക്ക് നല്ല വിശപ്പുണ്ടല്ലോ. എന്താണെന്നറിയില്ല, ഇന്നെനിക്ക് നല്ല വിശപ്പ്. ഇന്നത്തെ ഭക്ഷണത്തിനാണെങ്കിൽ നല്ല ടേസ്റ്റും, അല്ലെങ്കിലും ഭക്ഷണത്തിനോട് വിരോധം കാണിക്കരുതെന്നാണ് എൻ്റെ പോളിസി. കൺമുന്നിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ, അല്ലേ അച്ഛാ? ചിരിച്ചോണ്ട് പരമേശ്വരൻ പറയുക, അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാ. എടുത്തു വെച്ച ഭക്ഷണം സ്വസ്ഥതമായിട്ട് കഴിക്കുന്നതും സ്വസ്ഥതയായിട്ട് ഉറങ്ങാനും പറ്റുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. രാത്രിയിൽ ഉറങ്ങാനാകാതെ വിഷമിച്ചിരിക്കുവാണ് ജയഭാരതി അമ്മ. ബെഡിൽ കിടക്കുന്ന വരുണാണെങ്കിൽ ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ച് വാതക്കൽ നിൽക്കുന്ന രാധികയെ നോക്കുന്നുണ്ട്. രാധികയും തിരിഞ്ഞ് വരുണിനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് പരമേശ്വരൻ്റെ അടുത്ത് ഉറങ്ങാതെ കിടക്കുകയാണ് പത്മിനി. വരുണിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്ന പത്മിനിയെ കണ്ട് പരമേശ്വരൻ ചോദിക്കുന്നു, എന്താടോ, എന്ത് പറ്റി തനിക്ക്? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ തനിക്ക്? പത്മിനി പറയുമോ, അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു ഗ്യാസ് കയറിയതുപോലെ തോന്നുന്നു. ഞാൻ കുറച്ച് ജീരകവെള്ളം എടുത്ത് കുടിച്ചിട്ട് വരാം. അതിനെന്താ, തൻ്റെ കൂടെ ഞാനും കൂടെ വരാം. വേണ്ട, നിങ്ങൾ കിടന്നോ, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. മുകളിലോട്ട് വരുന്ന പത്മിനിയെ കണ്ട് ടെൻഷനോടെ അവിടുന്ന് മാറി നിൽക്കുവാണ് രാധിക. പത്മിനി വന്ന് വരുണിൻ്റെ അടുത്ത് വന്നിട്ട് കാലിൽ തൊട്ട് വിളിക്കുവാണ്. വരുൺ എന്ന് വിളിക്കുമ്പോൾ കണ്ണടച്ച് കിടന്ന വരുൺ പെട്ടെന്ന് ചോദിക്കുന്നു, എന്താ അമ്മേ? പത്മിനി വരുണിനോട് പറയാ, നിന്റെ തലവേദന മാറിയില്ലേ? എഴുന്നേറ്റ് വാ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. എന്തിനാമ്മേ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ഞാൻ ചത്തുപോകത്തൊന്നുമില്ല. വേണ്ട മോനെ, ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. അമ്മ പോയി കിടക്കാൻ നോക്ക്. അമ്മ എത്ര നിർബന്ധിച്ചാലും എനിക്കിന്ന് ഭക്ഷണം വേണ്ട. എല്ലാവരും നല്ല ഉറക്കത്തില, വെറുതെ ഓരോരുത്തരെയായിട്ട് വിളിച്ചുണർത്താൻ നോക്കണ്ട.
ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കമ്മേ, ചെല്ലമ്മേ. എത്ര നിർബന്ധിച്ചിട്ടും വരുൺ വരാത്തതുകൊണ്ട് പത്മിനി അവിടുന്ന് വിഷമത്തോടെ പോവുകയാണ്. ജയഭാരതി അമ്മയുടെ മുറിയിൽ വന്നും വരുൺ വിഷമത്തോടെ ഇരിക്കുവാണ്. ജയഭാരതി അമ്മയും വിഷമത്തോടെ വരുണിനെ തന്നെ നോക്കിയിരിക്കുന്നു. മുത്തശ്ശി, ഞാൻ നിരാഹാരം ഇരിക്കുന്നതേ ഒരു കാരണം ഉള്ളതുകൊണ്ടാ. മുത്തശ്ശി എന്തിനാ എനിക്ക് കൂട്ടിരിക്കുന്നത്? ജയഭാരതി അമ്മ പറയുക. ഞാൻ നിനക്കാണോ കൂട്ടിരിക്കുന്നത്? നീ ഇപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് എനിക്കല്ലേ കൂട്ടിരിക്കുന്നത്? നീ വേണമെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോ. മുത്തശ്ശി, അത് ഭക്ഷണം കഴിക്കണ്ടേ? ജയഭാരതിയമ്മ പറയാ, ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. നിനക്കിറങ്ങാത്ത വറ്റ എനിക്കും വേണ്ട. ഈ സമയത്ത് ഭക്ഷണമായി നമ്മുടെ രാധിക അങ്ങോട്ട് വരികയാണ്. ജയഭാരതിയമ്മയും വരുണും രാധികയെ നോക്കുവാണ്. ഭക്ഷണവും കൊണ്ട് വരുണിന്റെ അടുത്തോട്ട് വന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന രാധിക പറയുക, എന്തിനാ നിങ്ങൾ എല്ലാവരോടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? അത് നിങ്ങൾക്കറിയാവോ? ഞാൻ എത്രയൊക്കെ നല്ലത് ചെയ്താലും എനിക്ക് ദുഷ്പേര് മാത്രമേ ഉള്ളൂ. കണിമംഗലത്തിന് ഞാനിപ്പോൾ ഒരു ശാപമാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് വരുൺ വിഷമത്തോടെ രാധികയെ നോക്കുവാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നു, എന്താ അത് ചെയ്ത് കളയണോ ഞാൻ? വരുൺ പറയുക, വേണ്ട, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു പോകരുത്. എന്നാലേ എന്നോട് അല്പമെങ്കിലും ദയ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലേ ഈ ഭക്ഷണം ഒന്നെടുത്ത് കഴിക്കണം. വരുൺ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഇത് താൻ കഴിക്കുവാണെങ്കിൽ ഞാനും കഴിക്കാം. അങ്ങനെ വരുൺ രാധികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന കണ്ട് ജയഭാരതി അമ്മയും ചിരിക്കുവാണ്. താനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല, ഞാൻ കഴിച്ചു. താൻ ഇതങ്ങോട്ട് കഴിച്ചേ. താനിത് കഴിച്ചെങ്കിൽ മാത്രമേ എൻ്റെ വാശി ഉപേക്ഷിക്കത്തുള്ളൂ. ജയഭാരതി അമ്മ പറയുന്നത്, കഴിക്കുമോളെ. അയ്യോ മുത്തശ്ശി, കഴിക്കുമോളെ എന്ന് പറയുമ്പോൾ വരുൺ രാധികയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വാരി വായി വെച്ചു കൊടുക്കുവാണ്. അങ്ങനെ വരുണും ഭക്ഷണം കഴിക്കുന്നത് ഇത് കണ്ട് സന്തോഷത്തോടെ ജയഭാരതി അമ്മ അവർ രണ്ടുപേരെയും നോക്കുവാണ്. ഇനി എന്നാൽ മുത്തശ്ശിക്ക് കൊടുക്കാം എന്നും പറഞ്ഞ് വരുൺ ജയഭാരതി അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ പോവാണ്. ആഹാ, അപ്പോൾ കഴിഞ്ഞോ നിന്റെ വാശി? മുത്തശ്ശി എന്നെ തോൽപ്പിക്കാൻ നിൽക്കുമല്ലേ? ചാവൂന്നും പറഞ്ഞ് വേണ്ട വേറൊരാൾ. മുത്തശ്ശി ഇതൊന്ന് കഴിച്ചേ. അങ്ങനെ വരുൺ ജയഭാരതി അമ്മയ്ക്കും ഭക്ഷണം വാരി കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് രാധിക. അങ്ങനെ വരുൺ വീണ്ടും സന്തോഷത്തോടെ ഭക്ഷണം രാധികയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ വരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.